ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ 2 ദിവസം മുമ്പ് എൻ്റെ ക്യാമ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം റീച്ച് കിട്ടുകയും പിന്നെ കുറേ കമൻസും പേഴ്സണലായിട്ടുള്ള മെസ്സേജും മെയിൽസും ഒക്കെ വന്നിരുന്നു. അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കുറേ പേർക്ക് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലായി. തന്നെയല്ല എൻ്റെ ഈ വീഡിയോ കണ്ടപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോകുന്ന വീഡിയോ ആണ്. സോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ ലഗേജ് 30 കിലോ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 30+7 kg. നമ്മൾ തിരിച്ചിങ്ങോട്ട് ന്യൂസിലാൻഡിലോട്ട് വന്നപ്പം ഏകദേശം 50+7 kg കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ബാക്കി 20 kg ഞങ്ങൾക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വരുന്നു. എസ്പെഷ്യലി തുണികളൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ കളഞ്ഞിട്ട് പോകുന്നത്. തിരിച്ചു പോകുമ്പോഴും അവിടെ നിന്നപ്പോഴും ഒക്കെ സ്ട്രഗ്ലിങ് ടൈം തന്നെയായിരുന്നു കേട്ടോ. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്ട്രഗ്ലിംഗ് ആണ് ഓർമ്മ വരുന്നത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾക്ക് 2 പേർ ആദ്യമേ വിചാരിച്ചു 2 ഊബർ വിളിക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷേ ലഗേജിൻ്റെ പ്രോബ്ലം വരുമെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് കറക്റ്റ് വെയിറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നേരിടാം എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ലഗേജും കൊണ്ട് പോയത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ന്യൂസിലാൻഡിലോട്ട് നമ്മൾ വന്നപ്പോൾ കുറേ ആഗ്രഹങ്ങളും കുറേ അംബീഷനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ജോബ് ചെയ്യണം, വീട്ടുകാരെയൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ഇതിലെ പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ ഇങ്ങനെ ഒന്നുമില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് പോകാം, എന്നിരുന്നാലും ന്യൂസിലാൻഡിൽ ഒന്നും ആകാണ്ട് തിരിച്ചു പോകാമല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി. പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. വേറെ ഒരാൾക്ക് ഓസ്ട്രേലിയക്ക് ജോബ് കിട്ടിയിരുന്നു. അപ്പം ചേച്ചി സ്ട്രേറ്റ് ടു സിഡ്നിക്കായിരുന്നു പോയത്. നിഷ്കളങ്കമായ ഫേസ്, രോഗം, ഓവർ വെയിറ്റ്. എത്ര ഡ്രസ് ഉണ്ടോ അടിയില്? 2. എത്ര കോട്ട്? 1. പിന്നെ ഡ്രസ്സ് അതുകൂടാതെ വേറെ നോർമൽ ഡ്രസ്സ്? എല്ലാം സ്വെറ്ററാണ്. 2 സ്വെറ്റർ, ഒരു ജാക്കറ്റ്. വാട്ട് അബൌട്ട് യു? ലോക്കായി പോയ പെട്ടി അഴിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു ഞാൻ. എന്തൊരു ദുരന്ത യാത്രയാണ് ഈശ്വരാ. ഞാനിനി 1-2 മുതൽ ആദ്യം നോക്കട്ടെ ഏതായിരുന്നു ലോക്കെന്ന് അറിയില്ല. ഓവർ വെയിറ്റ് കാരണം ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഡ്രസ്സ് എടുത്ത് കളയേണ്ടി വന്നു. പിന്നെ ജാക്കറ്റും അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഇട്ടു. കളയണ്ടല്ലോ, അത് ഞങ്ങൾ ഇട്ടു. എന്നിട്ട് ബാഗൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കൈ പിടിക്കാവുന്നതൊക്കെ ആണെങ്കിലും പിടിച്ചു. ബാക്കി ഞങ്ങൾ അവിടുന്ന് സ്ട്രെയിറ്റ് ക്രൈസ്റ്റ് ചർച്ച് ടു ഓക്ലാൻഡിൽ വിട്ടു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് സ്ട്രെയിറ്റ് ഓക്ലാൻഡിൽ നിന്ന് എടുക്കണമായിരിക്കും, ലഗേജ് കളക്ട് ചെയ്യണമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സ്ട്രെയിറ്റ് ടു കൊച്ചിനിൽ വന്ന് നമുക്ക് കളക്ട് ചെയ്താൽ മതി എന്നാണ് പിന്നെയാണ് അറിഞ്ഞത്. അപ്പം തന്നെ പകുതി ആശ്വാസം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കയ്യിൽ 7 kgയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ വിചാരിച്ചു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ചില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് കോഫിയൊക്കെ കുടിച്ചു കേട്ടോ. ഒരു 5 മണിക്കൂർ മുന്നേ ഞങ്ങൾ എത്തിയായിരുന്നു ഇവിടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രേലിയക്ക് ഒരു ചേച്ചി പോകുന്നുണ്ടായിരുന്നു. അപ്പം ആളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 5 മണിക്കൂർ മുന്നേ എത്തി. പക്ഷേ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ചുമ്മാ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കുമായിരുന്നു. വന്ന കാര്യങ്ങളും 6 മാസം മുന്നേ വന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഫ്ലൈറ്റ് കയറാനുള്ള ടൈമായി. ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോയി. ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരുന്നു, എയർ ന്യൂസിലാൻഡ്. അതിനായിരുന്നു ഞങ്ങൾ ഓക്ലാൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. വെതർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഏകദേശം 1.5 അവർ അവിടെ പിടിച്ചിട്ടിരുന്നു. കാരണം വെതറിൻ്റെ ഇഷ്യൂസ് വന്നതുകൊണ്ട്. അപ്പം അവിടെയും ഞങ്ങൾ ലേറ്റായി. കാരണം മലേഷ്യയിൽ കറക്റ്റ് 3 അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലേഷ്യയിൽ ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് നമുക്ക് അവിടെ ഓക്ലാൻഡിൽ 3 അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ ലാഗ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഫ്ലൈറ്റ് കിട്ടുമോ, കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുമോ. കിട്ടാണ്ടിരിക്കില്ല, എന്നാലും നമുക്ക് കുറച്ച് ഹർബറി ആയി പോകുമല്ലോ. അപ്പോൾ നേരത്തെ എത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമുക്കൊരു കോഫിയും എന്തോ ഒരു സ്നാക്സും തന്നായിരുന്നു.
പിന്നെ അവിടുന്ന് ഒരു 45 മിനിറ്റ് 30 to 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ്. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഞങ്ങൾ ഓക്ലാൻഡിലേക്ക് നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ ആണ് വന്നത്. അവിടുന്ന് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകാനായിട്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബസ്സിന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സ്ട്രെയിറ്റ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോയി. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ടും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 7 kg ഒരു 8 kg ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 8.5 പിന്നെ ഗ്ലോറി ചേച്ചിക്ക് ഒരു 10 kg ഉണ്ടായിരുന്നു നമ്മുടെ ക്യാബിൻ ബാഗിൽ. അത് അവരൊട്ടും അലോ ചെയ്തിരുന്നില്ല. ആദ്യമേ അവർ സമ്മതിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും പുറകെ വന്നിട്ട് പറഞ്ഞു ഇത് പറ്റില്ല, വീണ്ടും കുറയ്ക്കണമെന്ന് പറഞ്ഞു. അവിടുന്നും ഞങ്ങൾ കുറേ ഡ്രസ്സ് മാറ്റി. ഇനി വരുന്നവരാണേലും കറക്റ്റ് വെയിറ്റ് ആക്കിയിട്ട് മാത്രമേ വരാവുള്ളൂ. ഇവരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇവർ നിൽക്കില്ല. പിന്നെ നമ്മൾ വെജ് മീലായിരുന്നു പറഞ്ഞത്. ഇപ്പം ഡിന്നറും നമ്മൾ കഴിച്ചു, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ തന്നെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റും വന്നു, നൂഡിൽസും മഷ്റൂമും ഒക്കെ ആയിരുന്നു, അതും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ മലേഷ്യയിലെത്തി. ഏർലി മോർണിംഗ് അല്ല, ഒരു 7:30 ഒക്കെ ആയപ്പോൾ മലേഷ്യയിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് മലേഷ്യ. കാരണം അത്യാവശ്യം നല്ല ഭംഗി, പിന്നെ ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഒക്കെ നടുക്ക് ഇതുപോലെ മിഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് ഫ്രഷ് ചെയ്ത്, കാരണം 12 മണിക്കൂർ ഇവിടെ ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നു, കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ വെറുതെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്ലൈറ്റിൽ ലഗേജ് കയറ്റുന്നത് കണ്ടത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ലഗേജൊക്കെ കൊണ്ടുവന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈറ്റിലോട്ട് കയറ്റുന്നതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്ലൈറ്റ് തിരിച്ച് റിവേഴ്സ് പോയിട്ട് ഫ്ലൈ ചെയ്യുന്നതും കാണാൻ പറ്റി. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഷെയർ ആക്കാമെന്ന്. പിന്നെ ഞങ്ങൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ബർഗർ കിങ്ങിലാണ്. അവിടെ അത്യാവശ്യം എല്ലാ ഷോപ്പും ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ പറ്റിയ എല്ലാ ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറിയിട്ട് അവിടുന്ന് ബർഗറും, പിന്നെ ഞാൻ മഷ്റൂം ബർഗറായിരുന്നു ഓർഡർ ചെയ്തത്. മഷ്റൂം ബർഗറും പിന്നെ ഒനിയൻ റിംഗ് ഫ്രൈസും ദെൻ ഒരു കോക്കും പറഞ്ഞു. ഇതിന് ഇത്രത്തിന് $9 ആയുള്ളൂ കേട്ടോ. ന്യൂസിലാൻഡ് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. ന്യൂസിലാൻഡിൽ ഒരു ബർഗറിന് ഇങ്ങനെ ഒരു മീൽ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു $15 കൊടുക്കണം. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഫോറസ്റ്റ് ഉണ്ടെന്ന്. ഫ്രീ എൻട്രി ആയിരുന്നു, ആർക്ക് വേണേലും ഉള്ളിൽ പ്രവേശിക്കായിരുന്നു. ഇത് 20 years മുന്നേ ഇവർ ബിൽഡ് ചെയ്താണ്. ഇതിന് ഇവർ പറയുന്നത് ഫോറസ്റ്റ് ഇൻ ദ എയർപോർട്ട് ആൻഡ് എയർപോർട്ട് ഇൻ ദ ഫോറസ്റ്റ് എന്നാണ്. ബിക്കോസ് ഒരു കണ്ടെയ്നർ പോലെ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് പക്കാ സോയിൽ. നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു എയർപോർട്ടാണെന്ന് ഫീലേ ചെയ്യില്ല. കാരണം അതുപോലെ ഒരു പക്ക റിയൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാണ്ട് ഇവർ സോയിലൊക്കെ ഇട്ട് ഒരു 3 മീറ്റർ ഉയരത്തിൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താണ് ഇവരിത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസും അവരുണ്ടാക്കിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഒരു നല്ല സൗണ്ടും, കിളികളുടെ സൗണ്ടും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് റിലാക്സിങ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. കാരണം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 12 hours ലെയർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം കാണാനും ഒക്കെ പറ്റിയിരുന്നു. പിന്നെ ഇതിന് മുകളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു കണ്ടെയ്നർ പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുകൾ ഭാഗത്ത് അവർ ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ്. അപ്പം പക്ഷികൾക്കൊക്കെ ആണെങ്കിലും വരാം, കാക്കകൾ അങ്ങനെയൊക്കെയുള്ള ബേർഡ്സിനൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവർ ചെറിയ ചെടികളൊക്കെ ഇവർ സീഡൊക്കെ ഇട്ട് വിത്ത് പാകിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ബാക്കിയൊക്കെ എല്ലാം തന്നെ അങ്ങനെ അവർ ബിൽഡ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ.
ഒരു 3 അവറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് കുറവുണ്ട് ഇവിടുത്തെ എയർപോർട്ടിലെ ഫുഡിന്. അതുപോലെ തന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കോഫി മറിഞ്ഞ് താഴെ പോയി കേട്ടോ. അങ്ങനെ ഒരു ട്രാജഡിയും ഉണ്ടായി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാട്ടിലെത്തിയപ്പോഴത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലുള്ളവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.